ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇത്ര സമയം ഇടാത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു 2-3 മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എത്ര മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളിനി ഡെയിലി വീഡിയോസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ദിവസം അങ്ങനെ വിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടാവും. നമ്മൾ മൊത്തം കൂടിയിട്ട് 3 ഗെയിംസാണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതൊക്കെ ഗെയിമാണെന്ന് നമ്മൾ പിന്നെയും പറയാം. അപ്പോൾ നമ്മൾ ഗൈസ് എന്താണ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വെച്ചാൽ ഗൈസ് ഞാൻ പറയാം, ഡീറ്റെയിലായിട്ട് പറയാം. നമ്മൾ എന്താണ് ഇത്ര ദിവസം ലീവായി, ഇത്ര ദിവസം എന്തായാലും ഇല്ലാത്തത്. ഒരു 2-3 മാസങ്ങൾ, എത്ര മാസം കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാസം പറയുന്നത് നമ്മൾ കുറച്ച് ദിവസമായിരുന്നു അവിടെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം പഠിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളങ്ങനെ ബിസി ആയിരുന്നു. പിന്നെ ഒരു മൂഡില്ല ഗൈസ് ചെയ്യാനൊന്നും. കാരണം നിങ്ങൾ ലൈക്കും കാര്യങ്ങളും ചെയ്യുന്നില്ല ഗൈസ്, കമൻറ്റ് ചെയ്യുന്നില്ല, ചാലഞ്ച് ചെയ്യുന്നില്ല, ലൈക്കും കാര്യങ്ങളും നമുക്ക് തീരെ കിട്ടുന്നില്ല. വ്യൂസും കാര്യങ്ങളുണ്ട് പക്ഷേ ലൈക്കും കാര്യങ്ങളും തീരെ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. റോഡ് ഒരു 200 ലൈക്കിന് ഞാൻ പ്രതീക്ഷിക്കും ഗൈസ്. 150-200 ലൈക്ക് അത്ര മാത്രം എനിക്ക് മതി ഗൈസ്. പിന്നെ നിങ്ങൾ 1K ലൈക്കൊക്കെ നമുക്ക് പിന്നെ ആക്കാം. അതിന് മുമ്പ് ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പോൾ വെറും 59 കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. അതെങ്ങനെ നിങ്ങൾ 100 ആക്കി തരാം. റോഡ് ടു 100 ഗൈസ്. നമ്മൾ എല്ലാവരും സബ് ചെയ്യുക ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മൾ അനിയൻകുട്ടിയെ നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് വിളിച്ചു നോക്കാം. എന്നുവെച്ചാൽ നമ്മൾ പതിവിലോട്ട് വിളിക്കാറില്ല, നമ്മൾ അങ്ങനത്തെ വീട്ടിൽ എന്തോ സംഭവം തോന്നുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കാം തിരിച്ച്. അപ്പോൾ ഗൈസ് സംഭവം കുറച്ച് സീനാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഗൈസ് നമ്മളെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ അവിടുത്തെ അനിയൻകുട്ടിൻ്റെ വീട്ടിൽ നിന്ന് മോട്ടം പോയി. നമ്മൾ 2 കാറും പിന്നെ കുറച്ച് കാര്യങ്ങൾ പൈസയും കാര്യമൊക്കെ പോയി. അപ്പോൾ അവൻ പറഞ്ഞത് നേരെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാണ്. അപ്പോൾ പോലീസ് പറഞ്ഞു നോക്കാം ഗൈസ്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ലൊരു കേസിനെ എടുക്കുന്നത്. തൊട്ടടുക്കാനൊന്ന് കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. നമുക്കൊരു പ്ലെയിനൊക്കെ പൊട്ടിച്ച് പോകേണ്ടി വരും. കുറച്ച് ദൂരമാണ്. നമുക്കൊന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തു ഗൈസ്. നമുക്കിന്നൊരു വണ്ടി ഇറക്കാം. ഇവിടെ ആളുടെ ഗൈസ്. നമുക്ക് ചേട്ടനോട് ചോദിച്ചോക്കാം. അത് പോലീസേട്ടാ, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉള്ളിൽ പോകണ്ടൊക്കെ ഇവിടെ പറഞ്ഞോ. അപ്പോൾ ചേട്ടാ എന്താണ്, എൻ്റെ അങ്ങേ വീട്ടിൽ അനിയൻകുട്ടിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ. വെച്ചാൽ നമ്മുടെ വണ്ടിയും 2-3 വണ്ടിയും 2-3 പൈസയും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണോ? അപ്പോൾ ഞാൻ എന്തായാലും കേസ് ആക്കാം. നിങ്ങൾ ഉള്ളിൽ പോയിട്ട് കേസാക്കിയിട്ട് വന്നാലോ? അപ്പോൾ എന്തായാലും ആക്കാം. അപ്പോൾ ഓക്കെ എന്തായാലും കേസൊക്കെ ആയില്ലേ? നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയാൽ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട കേസ് അങ്ങനെ പോകാം. അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പാടുന്നുണ്ട്. എന്തായാലും കേസ് നമുക്ക് പ്ലെയിൻ എങ്ങനെ ഓട്ടണം, ഒരു സെക്കൻഡൊക്കെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിനെങ്കിൽ ഓട്ടണം. നമ്മളിപ്പോൾ ചോദിച്ചു പ്ലെയിൻ എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പം നമുക്ക് വിളിച്ചു നോക്കണം. എന്തെങ്കിലും സീനാണ് കേസ്. നമുക്ക് വിളിച്ചു നോക്കണം. നമ്മളെ മേലോട്ട് ഇങ്ങനെ പോകാം. നമുക്കെന്തായാലും വിളിച്ചു പോകാം ഗൈസ്. വിളിച്ചോക്കില്ല നമ്മളെന്തായാലും പണി പോകാം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും വിളിച്ചു പോകാം. ഇവിടെ കൂടി ഇരിക്കുന്നു. എൻ്റെ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ ഗൈസ് നമുക്ക് എന്തായാലും ഒരു ഹെലികോപ്റ്റർ വേണം. ഒരു ജെറ്റ് നമുക്ക് നമ്മളെ അടുത്തുള്ള പ്ലെയിൻ സ്റ്റേഷനിൽ നമ്മുടെ അടുത്ത് ഇടാൻ പറയാം. പ്ലെയിൻ ആണെങ്കിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ ജെറ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ലെസ്റ്ററിനെ വിളിച്ചു നോക്കാം. എന്തായാലും കോൾ അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അവൻ പറഞ്ഞിരിക്കുന്നത് ഗൈസ് നല്ല ഒരു ഹെലികോപ്റ്ററോ സെക്കൻഡ് ഒരു ഹെലികോപ്റ്റർ ഒരു പ്ലെയിനോ ആക്കി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ആക്കി തരട്ടെ ഗൈസ്. അത് നമുക്ക് എന്തായാലും നമുക്കെന്തായാലും അവ ആക്കി തന്നിട്ടുണ്ടോ ഗൈസ്? നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ എത്തിയെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെയും വിളിച്ച് പറഞ്ഞായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് മാറ്റി വരാം ഗൈസ്. നമ്മൾ പോയി ഡ്രസ്സ് മാറ്റിട്ടെ. നമ്മൾ ഡ്രസ്സ് മാറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ പ്ലെയിനിൻ്റെ ആ സ്ഥലത്ത് പോകാം ഗൈസ്. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ പോകാം ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നും കൂടി വിളിച്ച് പറയാം ഗൈസ്. ലെസ്സനല്ല ഗൈസ്, നമ്മൾ അനിയൻകുട്ടിനെ വിളിച്ച് പറയാം നമ്മളവിടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ എത്ര മാസമായിരുന്നു വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ട്. പിന്നെ റോഡ് ടു 150 ലൈക്കാണ് ഗൈസ്. 150 ലൈക്ക് ആൻഡ് റോഡ് ടു 100 സബാണ് ഗൈസ്. എല്ലാ ലൈക്ക് സബൊക്കെ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഉറങ്ങിയതാണ്. കണ്ണൊക്കെ പോയി മുഖം കയ്യിൽ പോയി വേഗം വരണേ. സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ അടിക്കുക ഗൈസ്.
നമ്മൾ പോകുന്നത് ഗൈസ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എയർപോർട്ടിലെത്തി വെച്ചാൽ പറയാം. അപ്പം നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാനില്ല. നമുക്കെല്ലാം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വരുമോ നോക്കാം. നമ്മളെന്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വലിയ പ്ലെയിനൊക്കെ ഉണ്ട് ഗൈസ്. ടേക്ക് ഓഫിന് പോകാൻ തോന്നുന്നു. നമുക്ക് നല്ല അപ്പുറം നിൽക്കാം. ഇവിടെ നല്ല വെയിൽ. അവിടെ നിൽക്കാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മൾ അതുപോലെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലെസർ പ്രത്യേകിച്ചും പറഞ്ഞു ഇത് അപകടപ്പെടുത്തി ഹെലികോപ്റ്ററാണെന്ന്. അതുകൊണ്ട് എന്താണ് കുറച്ച് സീനാണെന്ന് അവൻ പറഞ്ഞത് ഇത് നമ്മൾ മറ്റേ വീട് ഗൈസ് അത് കണ്ടിട്ടാണ് നല്ല വീട്ടിലാണ് പോകുന്നത്. ഇത് സെക്കൻഡ് ഒന്നല്ല ലെസ്റ്റർ കൊണ്ടുവന്നത്. നമ്മളെ ആക്രി കടച്ചോടം നല്ല കൊണ്ടുവന്ന ഓൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് പോവാം. നോക്കാം ഗൈസ്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പണി പാടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെടുത്ത് പോവാം. കുറച്ച് ദൂരമുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഗൈസ്